ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പഴംപൊരി കേട്ടോ. ഓക്കെ, പുറത്ത് ചെറിയൊരു കോട്ടിങ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല കർമുറ എന്ന് പറയുന്നൊരു പഴംപൊരിയാണ്. ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാതെ ഉള്ളു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ പഴം ഈ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, ചെറിയ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മൈദപ്പൊടി എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു നുള്ള് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള് അരിപ്പൊടി. പിന്നെ ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മധുരത്തിനുള്ള ഷുഗറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചെറിയൊരു കട്ടിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്, ഈ ഒരു കട്ടിക്ക്. നമുക്ക് വേണ്ടത് ബ്രെഡിൻ്റെയോ റസ്കിൻ്റെയോ കുറച്ച് പൊടിയാണ്. ഇതൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഫ്രൈ ചെയ്യാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഒരു പീസ് എടുത്തിട്ട് ആദ്യം ഈ മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതെടുത്തിട്ട് നമുക്ക് ആ റസ്കിൻ്റെ പൊടിയിലൊന്ന് മുക്കിയിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ കോട്ട് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇത് ഈ രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. അല്ലാണ്ട് ഡയറക്റ്റ് അതിലേക്ക് മുക്കുമ്പോൾ പൊടി ആ മാവെല്ലാം അതിലേക്ക് വന്നിട്ട് പൊടിയെല്ലാം കട്ടപ്പിടിച്ച് പോകും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പൊടി അങ്ങനെ ഇതായി കട്ടപ്പിടിച്ച് പോവില്ല. ഇനി കുറച്ച് ഇതിൻ്റെ മുകളിലേക്കും തൂക്കി കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ എണ്ണ ഒട്ടും തന്നെ കുടിക്കില്ല. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു തുള്ളി പോലും എണ്ണ കുടിച്ചിട്ടില്ല. പുറത്ത് നല്ല കറുമുറാന്നിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊക്കെ പഴംപൊരി തയ്യാറാക്കാറുന്ന രീതി ഒന്ന് ചെറിയൊരു മാറ്റം വരുത്തിയപ്പോൾ വളരെ ടേസ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എണ്ണയൊക്കെ പ്രശ്നമുള്ളവർക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു തുള്ളി പോലും എണ്ണ കുടിക്കില്ല, നല്ല ടേസ്റ്റുമാണ്. ഇത് നല്ലൊരു ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.